കൊല്ലൂരിൽ നിന്നും കുടജാദ്രിയിലേക്കുള്ള വഴിയിലാണ് നമ്മളിപ്പോൾ. കൊല്ലൂരിൽ നിന്നും 22 കിലോമീറ്റർ അകലെയുള്ള ഒരു ചായക്കടയാണിത്. ഇവിടെ വരെ മാത്രമേ വണ്ടിയിൽ പോകാൻ കഴിയൂ. ഇനി അങ്ങോട്ട് 7 കിലോമീറ്റർ അതീവ ദുർഘടമായ കാനനപാതയിലൂടെ വേണം കുടജാദ്രിയിലേക്ക് സഞ്ചരിക്കാൻ. കൊല്ലൂരിൽ നിന്നും കിഴക്കോട്ട് സഞ്ചരിച്ചാൽ നഗോഡിയിലെത്തുന്നു. ഇവിടെ നിന്നാണ് കാനനയാത്ര ആരംഭിക്കുന്നത്. കോതമംഗലംകാരൻ തങ്കപ്പേട്ടന്റെ ചായക്കട കഴിഞ്ഞാൽ ദുർഘടമായ കാനനപാത ആരംഭിക്കുന്നു. ഇടതൂർന്ന വൃക്ഷങ്ങളുള്ള ഒറ്റയടിപ്പാതയിലൂടെ കുത്തനെയുള്ള കയറ്റങ്ങൾ താണ്ടി കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാൽ കുടജാദ്രിയിലെത്താം. കുടജം എന്ന ഔഷധ സസ്യം ധാരാളമായി വളരുന്ന പർവ്വതമായതിനാലാണത്രേ കുടജാദ്രി എന്ന് പേര് വന്നത്. രാമരാവണ യുദ്ധസമയത്ത് ഹനുമാൻ മൃതസഞ്ജീവനി അടങ്ങുന്ന മല ഇളക്കി കൊണ്ടുപോകുമ്പോൾ അടർന്നു വീണതാണ് കുടജാദ്രി എന്നും ഐതിഹ്യമുണ്ട്. 64 ദിവ്യൌഷധങ്ങളും 64 തീർത്ഥങ്ങളും കുടജാദ്രിയിലുണ്ടെന്നാണ് കരുതുന്നത്. അപൂർവമായ സസ്യലതാദികളും ഔഷധ സസ്യങ്ങളും ഇവിടുത്തെ ആവാസ വ്യവസ്ഥയെ സമ്പുഷ്ടമാക്കുന്നു. ഈ വഴിയിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ചില കാഴ്ചകളാണ് ഇത്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് കക്കരിക്കയും മോരും ഒക്കെ വിൽക്കുന്ന ഇതുപോലെയുള്ള ചെറിയ കടകൾ എന്ന് പറയാൻ വയ്യ, ഇതുപോലെ നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇതെന്ത്? അത് അട്ടയ്ക്ക് അട്ട ഉണ്ടെങ്കിൽ ഇത് ഈ വഴിയിലെ ഏറ്റവും വലിയ ഭീഷണിയാണ് അട്ടകൾ. അട്ടയുണ്ടെങ്കിൽ ഇത് ഉപ്പ് കെട്ടിയ തുണിയാണ്, ഇത് വെച്ച് ഉരച്ചാൽ അട്ട പോവും. അതിനാണ് ഈ യന്ത്രം. ದೊಡ್ಡ ಇದಲ್ಲ, ಸಣ್ಣದು ಮಧ್ಯಮ ഇടത്തരം അല്ലേ? ഇതാണ് ഈ വഴിയിൽ ഏറ്റവും ഭീഷണി ഉയർത്തുന്ന അട്ട. ഇത് ഏറ്റവും വലുതല്ല, ഇടത്തരം അട്ട. ഇതിലും ചെറുതുമുണ്ട് വലുതുമുണ്ട്. കുത്തനെയുള്ള കയറ്റങ്ങൾ താണ്ടി വൃദ്ധരും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കുടജാദ്രിക്ക് മുകളിലെത്തുന്നു. കേരളത്തിൽ നിന്നുള്ളവരാണ് പ്രധാനമായും ഇവിടേക്ക് എത്തുന്നത് എന്നതും പ്രത്യേകതയാണ്. നാല് മാസം മുൻപ് വരെ ഇവിടേക്ക് ജീപ്പ് സർവീസ് ഉണ്ടായിരുന്നു. എന്നാൽ കോടതി വിധിയെ തുടർന്ന് സർവീസുകൾ നിർത്തി. എങ്കിലും ദിവസം 300ഓളം പേർ മല കയറാനെത്തുന്നുണ്ട്. ഏതാണ്ട് 4 കിലോമീറ്ററോളം നമ്മളിപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനിയുമുണ്ട് കുറേ ദൂരം പോകാൻ. ആ കാണുന്നതാണ് കുടജാദ്രി. അവിടെയാണ് ശ്രീശങ്കരൻ്റെ സർവജ്ഞപീഠം ഉള്ളത്.
ഇതാണ് മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം. ഇവിടെ നിന്നും ശങ്കരാചാര്യർ ദേവിയെ കൊല്ലൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ദേവി കുടജാദ്രിയിൽ നിന്നും കൊല്ലൂരെത്തിയതിനു പിന്നിലും ഒരു ഐതിഹ്യമുണ്ട്. മൂകാംബിക ദേവിയെ എപ്പോഴും കാണാനായി കേരളത്തിലേക്ക് കൊണ്ടുപോകാനായി ശങ്കരാചാര്യർ കുടജാദ്രിയിൽ തപസ് ചെയ്തു അത്രേ. സംപ്രീതിയായ ദേവി പ്രത്യക്ഷപ്പെട്ട് ശങ്കരാചാര്യർക്കൊപ്പം കേരളത്തിലേക്ക് യാത്രയായി. എന്നാൽ യാത്രക്കിടയിൽ തിരിഞ്ഞു നോക്കരുതെന്ന നിബന്ധന ദേവി വെച്ചു. ഇടയ്ക്ക് വെച്ച് ആചാര്യരെ പരീക്ഷിക്കാനായി ദേവി ഒരിടത്ത് നിന്നു. കാലൊച്ച നിലച്ചപ്പോൾ സംശയം തോന്നിയ ആചാര്യർ തിരിഞ്ഞു നോക്കുകയും ദേവി അവിടെ യാത്ര അവസാനിപ്പിക്കുകയും ചെയ്തു. അത് കൊല്ലൂരിലായിരുന്നു അത്രേ. ദേവി മൂകാസുരനെ വധിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരു ശൂലം ഇപ്പോഴും ഇവിടെയുണ്ട്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും നശിച്ചു പോകാത്ത ആ ശൂലം എന്തുകൊണ്ടാണ് നിർമ്മിച്ചതെന്ന് ഇപ്പോഴും അജ്ഞാതമാണ്. 2 ബ്രാഹ്മണ കുടുംബങ്ങൾക്കാണ് ഇവിടത്തെ പൂജയ്ക്കുള്ള അവകാശം. കുടജാദ്രിയിലെത്തുന്ന തീർത്ഥാടകർ ഇവിടെയാണ് വിശ്രമിക്കുന്നത്. ഇവിടെ നിന്നും 1.5 കിലോമീറ്ററോളം കുത്തനെയുള്ള കയറ്റം കയറിയാലേ സർവജ്ഞപീഠത്തിലെത്തൂ. ഈ യാത്രക്കിടയിലാണ് ഗണപതി ഗുഹ. ഗുഹയ്ക്കുള്ളിൽ കടന്നാൽ ഒരു പാറ കൊണ്ട് മുന്നോട്ടുള്ള വഴി അടച്ചതായി കാണാം. ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് മൂകാംബിക ക്ഷേത്രത്തിനടുത്താണെന്ന് പറയപ്പെടുന്നു. ഗണപതി ഗുഹയിൽ നിന്നും ഇടത് മാറി ഒറ്റയടിപ്പാതയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നാം സർവജ്ഞപീഠത്തിലെത്തുന്നു. കുടജാദ്രിയുടെ ഏറ്റവും ഉയർന്ന പ്രദേശമാണിത്. ശങ്കരാചാര്യർ തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ സർവജ്ഞപീഠമാണിത്. ഈ നിർമ്മിതി ശങ്കരാചാര്യർ അന്നുണ്ടാക്കിയതാണത്രേ. അറിവിൻ്റെ അന്വേഷണത്തിൻ്റെ അവസാന വാക്കാണ് സർവജ്ഞപീഠം. ഓരോ മനുഷ്യനും അന്വേഷിക്കേണ്ടതും അതായിരിക്കും. ഇവിടെ എത്തുമ്പോൾ 6700 അടി മുകളിലുള്ള ഇവിടെ എത്തുമ്പോൾ നമുക്ക് ലഭിക്കുന്നതെന്തോ അതിനെയായിരിക്കാം ശാന്തി എന്ന് വിളിക്കുന്നത്. അറിവെന്ന വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം. അക്ഷരങ്ങളുടെ പുണ്യം തേടി നമ്മൾ ആരംഭിച്ച യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ സരസ്വതി മണ്ഡപത്തിൻ്റെ ആദ്യാക്ഷരത്തിൽ നിന്നാണ് തുടങ്ങിയതെങ്കിൽ ഇവിടെ അറിവിൻ്റെ പൂർണ്ണതയായ സർവജ്ഞപീഠത്തിൽ ഈ യാത്ര പൂർണ്ണമാവുന്നു. ഓരോ മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട, കണ്ടിരിക്കേണ്ട സത്യം എന്ന് നമുക്ക് ഈ സർവജ്ഞപീഠത്തെ വിശേഷിപ്പിക്കാം. ആ വിശേഷണത്തോടെ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.